ഹലോ നമസ്കാരം. ഹലോ മലയാളീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനെയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് 2023-ലും 2024-ലും മാൾട്ടയിലേക്ക് വന്ന ആൾക്കാരുടെ ഇപ്പോഴത്തെ അഭിപ്രായവും അതേപോലെ തന്നെ മാൾട്ടയിലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാൾട്ട വർക്ക് വിസ പ്രോസസ്സുകളും ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ മറ്റുള്ളവർക്കും ഈ ഒരു വിവരങ്ങളും ഈ ഒരു ഇൻഫർമേഷനും ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണിത്. കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, ഏകദേശം 20 മിനിറ്റോളം നീണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. വളരെ പരമാവധി ചുരുക്കി ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഈ ഒരു 20 മിനിറ്റ് നിങ്ങൾ ഈ കളയുന്ന സമയം നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. പ്രത്യേകിച്ച് മാൾട്ടയിലേക്ക് ഒരു ജോലി നോക്കുന്നവർക്കും പ്രോസസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ പ്രയോജനം ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്തും ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോയും ഈ ഒരു ഇൻഫർമേഷനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും വളരെ നന്ദി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു മാൾട്ടയിലെ വന്ന ഇപ്പോൾ നിലവിലുള്ള ആൾക്കാരെ കാര്യം ഒന്ന് ചോദിച്ചുകൊണ്ടുള്ളൊരു വോട്ടിംഗ് ആണ്. നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അതിനെക്കുറിച്ചുള്ള ഒരു വോട്ടിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. മാൾട്ടയിൽ 2023-ലും 2024-ലും മാൾട്ടയിൽ വന്ന ആൾക്കാരുടെ നിലവിലത്തെ അവസ്ഥ ചോദിച്ചുകൊണ്ട് വോട്ടിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ഞാനൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റീല് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് വന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ മാൾട്ടയിലേക്ക് വന്നതിന് ശേഷം ഇവർ പറയുന്ന കാര്യം ഏജൻറ്റ് പറ്റിച്ചു എന്ന് തന്നെയാണ്. ഞാനിത് ആരെയും കൊണ്ട് പൈസ കൊടുത്ത് ഇടിപ്പിച്ച കാര്യമൊന്നുമല്ല. മാൾട്ടയിലുള്ള നിലവിലുള്ള ആൾക്കാർ അവരെ അഭിപ്രായം ഇതിനകത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് പലരും ഈ ഒരു കാര്യം വോട്ടായിട്ട് രേഖപ്പെടുത്തിയത്. നമുക്ക് ഇതിനകത്ത് ആളെ തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിനകത്ത് 26% ആൾക്കാർ മാത്രമാണ് ഏജൻറ്റ് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു, ഏജൻറ്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി എന്ന് പറയുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം. മാൾട്ടയിൽ വരുന്ന ആൾക്കാരിൽ 80% ആൾക്കാർക്കും മറ്റു പല രീതിയിൽ ഇവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. 20% ആൾക്കാർ മാത്രമാണ് മാൾട്ടയിൽ വന്നിട്ട് നല്ലൊരു രീതിയിൽ പൈസ സേവ് ചെയ്യാൻ പറ്റുന്നതും നല്ലൊരു രീതിയിലുള്ള ജോലിയും കിട്ടുന്നത്. ബാക്കി 80% ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങളൊരു ഏജൻസിയെ സജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ ഒരു ഏജൻറ്റിന് പൈസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ മാൾട്ടയിലേക്ക് വരുന്ന പ്രോസസ്സുകൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മിക്കവരും പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു വിസയുണ്ട്, എംബസി അവരുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എംബസി സ്വന്തമായിട്ട് അവർക്ക് വിസ കൊടുക്കുന്ന രീതിയിലാണ് അവർ പറയുന്നത്. അവർ തന്നെ വിസ ചെയ്യുന്ന രീതിയിലാണ് അവർ പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, അതവരെ രീതിയായിരിക്കും, അവരുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വിസ അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ തന്നെയും മാൾട്ടയിൽ വന്നാൽ ജോലിയുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വിസ അടിച്ച് കിട്ടി നമുക്ക് യൂറോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും എന്നുള്ള കാര്യം മാറ്റി വയ്ക്കുക. അത് രണ്ടാമത്തെ ഒരു ഘട്ടമാണ്. വിസ കിട്ടി, ആ ഒരു വിസയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ജോലി ഈ ഒരു വിസ നമുക്ക് തരുന്നത് പ്രത്യേകിച്ച് മാൾട്ടയിലെ വിസ, പാസ്പോർട്ടിൽ അടിച്ചു തരുന്ന വിസ എന്ന് പറയുന്നത് 3 മാസത്തെ വിസയാണ്. ഇത് ഒരു എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി നമുക്ക് തരുന്ന വിസയാണ്. ഇത് 3 മാസത്തെ കാലാവധിയാണ്. ഈ 3 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇവിടെ വന്ന് വർക്ക് പെർമിറ്റ് മേടിക്കണം, വർക്ക് പെർമിറ്റുള്ള പ്രോസസ്സുകൾ ചെയ്യണം എന്നുണ്ട്. ആ ഒരു വിസ കൊണ്ട് നമുക്ക് ലീഗലായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. നമുക്ക് പാസ്പോർട്ടിൽ അടിച്ചു തരുന്ന 3 മാസത്തെ വിസ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോയി അല്ലെങ്കിൽ ജോലിക്ക് കയറി എന്ന് ഇവർ കണ്ടുപിടിച്ചാൽ ഇവരെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, തിരിച്ച് നാട്ടിലേക്ക് ബാൻ ചെയ്ത് തിരിച്ചയക്കും. അതാണ് പ്രോസസ്സ്. വഴിയേ ഇതിൻ്റെ പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൻ്റെ കാര്യം, ഇത്രയും ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൻ്റെ കാര്യം കൃത്യമായി പ്രോസസ്സുകൾ മനസ്സിലാക്കാനും അത് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ പലരും ശ്രമിക്കാത്തതിൻ്റെയും ഭാഗമായിട്ടാണ്. അത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ക്ഷമയോടെ ഈ ഒരു വീഡിയോ കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഈ ഒരു ഇത്തിരി സമയം നിങ്ങൾ മെനക്കെട്ടാൽ ലക്ഷങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കും. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തേലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നെക്സ്റ്റ് എന്ത് കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. അടുത്ത എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്, ഇവിടെ വന്നിട്ട് എന്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വരെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ശ്രദ്ധിക്കാം. മാൾട്ടയിലെ വർക്ക് വിസ പ്രോസസ്സിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ മാൾട്ടയിലേക്ക് വരാനായിട്ട് ഒരു ഡയറക്റ്റ് ജോലി നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ CV, നമ്മളുടെ ഡീറ്റെയിൽസുകളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു CV, യൂറോപാസ് സ്റ്റാൻഡേർഡ് CV. അത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് CV ഇവിടെ പറയുന്നതാണ് യൂറോപാസ് CV എന്ന്. ഈ യൂറോപാസ് CV എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ തന്നെ നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ നമ്മളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. ഇതിന് തൊട്ട് പിന്നിലായിട്ട് ആ വീഡിയോ കിടപ്പുണ്ട്, അത് കാണുക. ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് നല്ലൊരു CV ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ടൈപ്പ് CV. ഏറ്റവും കൂടുതൽ കമ്പനികൾ ചോദിക്കുന്നത് ആ ഒരു ടൈപ്പ് CV ആണ്. അങ്ങനെ ആ ഒരു ഫോർമാറ്റിൽ CV ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു CV വെച്ചിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. എംപ്ലോയർ ഓക്കെ ആണ് എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ എപ്പോഴേ പറയുന്നു, അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് എംപ്ലോയറെ കിട്ടുന്നത്. അങ്ങനെ നമുക്ക് സ്പോൺസർഷിപ്പ് തന്ന് നമ്മളിവിടെ കൊണ്ടുവരാൻ വില്ലിംഗ് ആയിട്ട് ഉള്ള ഒരു എംപ്ലോയർ ഉണ്ടെങ്കിൽ ആ എംപ്ലോയർ ചെയ്യുന്ന പ്രോസസ്സും ഏജൻസി ചെയ്യുന്ന പ്രോസസ്സും എല്ലാം സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അത് ആദ്യം തന്നെ പറയാം. ഫീസിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അത് കൃത്യമായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ മാൾട്ടയിൽ വരാനായിട്ട് ഒരു ഹെൽത്ത് കെയർ ആയാലും അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ ആയാലും ഒരു പ്ലംബർ ആയാലും ഒരു അൺസ്കിൽഡ് ആയാലും സ്കിൽഡ് ആയാലും കാറ്റഗറി ജോലികൾക്ക് മാൾട്ടയിലേക്ക് ഗവൺമെൻറ്റിന് വർക്ക് പെർമിറ്റിന് ആവശ്യമായിട്ടുള്ള ഫീ എന്ന് പറയുന്നത് 300 യൂറോയാണ്. 300 യൂറോയാണ് മാൾട്ടയിലെ വർക്ക് പെർമിറ്റ് ഫീ. ഈ 300 യൂറോ അടച്ചിട്ടാണ് നമുക്ക് ഒരു വർക്ക് പെർമിറ്റിന് അപ്രൂവൽ കിട്ടുന്നത്. ആ അപ്രൂവൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോസസ്സിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പേ ആദ്യം നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ പറയാം. അപ്പോൾ അങ്ങനെ ആ എംപ്ലോയർ നമ്മളെ സെലക്ട് ചെയ്ത് ആ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കുക എന്നുള്ളത് പല മാർഗ്ഗങ്ങളുണ്ട്. അത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളൊരു എംപ്ലോയറെ കണ്ടുപിടിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ. ആ എംപ്ലോയറെ കണ്ടുപിടിച്ച് ആ എംപ്ലോയർ നിങ്ങൾക്ക് വേണ്ടി പ്രോസസ്സുകളൊക്കെ ചെയ്യണം. നിങ്ങളെ ഇൻ്റർവ്യൂ നടത്തും. ചില എംപ്ലോയേഴ്സ്, ചിലവർ നിങ്ങളുടെ CV കാണുമ്പോൾ തന്നെ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ മെയിലായിരിക്കും. ചിലപ്പോൾ 90% ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നവർക്കും 99%വും അവരൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് ഒരു വീഡിയോ കോൺഫറൻസ് ഇൻ്റർവ്യൂവിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഒരു സ്കെഡ്യൂൾ തന്നിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു എംപ്ലോയർ നിങ്ങളെ സെലക്ട് ചെയ്ത എംപ്ലോയർ ഒരു കമ്പനി കോൺട്രാക്റ്റ് നിങ്ങൾക്ക് അയച്ചു തരും. ഈ കമ്പനി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റ് അല്ല, അത് ദയവായി ശ്രദ്ധിക്കാം. ഈ കമ്പനി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ജോലി ഓഫർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സാലറി ഇത്രയാണ്, നിങ്ങൾക്ക് മാസ ശമ്പളം ഇത്രയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴ്ച ശമ്പളം ഇത്രയാണ്, നിങ്ങൾക്ക് മണിക്കൂറിൽ ഇത്രയാണ് സാലറി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. 99% യൂറോപ്യൻ രാജ്യങ്ങളും അവറിൽ ഇത്ര പേയ്മെൻറ്റ് എന്നാണ് പറയുന്നത്. മണിക്കൂറിൽ ഇത്ര യൂറോ ആയിട്ടാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഏത് കറൻസിയാണോ അവർ ഉപയോഗിക്കുന്നത് അത് മണിക്കൂറിലായിട്ടാണ് 99% യൂറോപ്യൻ രാജ്യങ്ങളും സ്റ്റാൻഡേർഡായിട്ടുള്ള രാജ്യങ്ങളെല്ലാം സാലറി പറയുന്നു. അവേഴ്സിൽ ഇത്ര സാലറി എന്നായിരിക്കും അവർ. ഇപ്പോൾ ആഴ്ചയിൽ ഇത്ര അവേഴ്സ് ഉണ്ട്, ആ ആഴ്ചയിൽ 40 അവേഴ്സാണ് ഡ്യൂട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര സാലറി ആയിരിക്കും, 4 ആഴ്ചയിൽ ഇത്ര സാലറി വരുമെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഡെസിഗ്നേഷനും നിങ്ങളുടെ ലീവും നിങ്ങളുടെ സിക്ക് ലീവും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും. ഇതിന് ശേഷം നമുക്ക് ആ എംപ്ലോയർ തരുന്നത് ഈ സിംഗിൾ പെർമിറ്റിന് വേണ്ടി. സിംഗിൾ പെർമിറ്റ് എന്ന് പറയുന്നത് മാൾട്ടയിലേക്ക് വരാനായിട്ട് ഒരു വിദേശത്തുള്ള ഒരാളെ മാൾട്ടയിലേക്ക് ജോലിക്ക് കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ എംപ്ലോയർ, ഇവിടുത്തെ വിസ ഇഷ്യൂയിങ് അതോറിറ്റി, നമുക്ക് വർക്ക് പെർമിറ്റ് ചെയ്യുന്ന അതേപോലെ വിസയൊക്കെ ഇഷ്യൂ ചെയ്യാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ തന്നെയാണ് ഈ ഒരു പ്രോസസ്സുകൾക്ക് വേണ്ടി നമുക്ക് അപ്രൂവൽ തരുന്നത്. അപ്പോൾ ആ ഒരു ഏജൻസിയുടെ പേരാണ് ഐഡൻറ്റിറ്റ. ഇതിന് മുന്നേ അതിൻ്റെ പേര് ഐഡൻറ്റിറ്റി മാൾട്ട എന്നായിരുന്നു. ഇപ്പോൾ അത് ഐഡൻറ്റിറ്റ എന്നാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് തന്നെ നേരിട്ട് നടത്തുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ ഇവിടത്തേക്ക് ആപ്ലിക്കേഷൻ, ഈ ഒരു എംപ്ലോയിയെ, ആ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു റിക്വസ്റ്റിന് വേണ്ടി എംപ്ലോയർ ഈ കോൺട്രാക്റ്റും കൂടാതെ ആ എംപ്ലോയ്മെൻറ്റ് ലൈസൻസും എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമായതുകൊണ്ട്
നമ്മൾ നോക്കണ്ട. നമുക്ക് എംപ്ലോയർ തരുന്ന കാര്യം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എംപ്ലോയർ തരണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സൈൻ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഈ ഒരു വർക്ക് കോൺട്രാക്റ്റിൽ നമ്മൾ സൈൻ ചെയ്യണം. അതേപോലെ തന്നെ ഫോം C5 നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ അത് കാണാൻ പറ്റും. ഫോം C5 എന്ന് പറയുന്ന ഫോമുണ്ട്. ഈ ഒരു പെർമിറ്റിന് വേണ്ടി എംപ്ലോയർ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോം. അതേപോലെ തന്നെ പ്രൈവസി പോളിസി എന്ന് പറയുന്നൊരു ഫോമുണ്ട്. ഈ ഫോമും നമ്മുടെ കോൺട്രാക്റ്റ്, പിന്നെ എംപ്ലോയർ ജോബ്ലെസ് ഡിക്ലറേഷൻ, അതൊക്കെ എംപ്ലോയറുടെ കാര്യമാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് എംപ്ലോയർ ചെയ്യാനായിട്ടുള്ള. ഈ ഡോക്യുമെൻറ്റുകളെല്ലാം വെച്ചിട്ട് എംപ്ലോയർ ഒരു സിംഗിൾ പെർമിറ്റിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കും. ഈ സിംഗിൾ പെർമിറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ സമർപ്പിച്ച് വിത്തിൻ 24 hours തന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ അഡ്രസ്സിലേക്ക്, എംപ്ലോയർക്ക് നിങ്ങൾ കൊടുത്ത മെയിൽ അഡ്രസ്സിലേക്ക് ഒരു മെയിൽ വരും. സിംഗിൾ പെർമിറ്റ് മാൾട്ട ഐഡൻറ്റിറ്റ സിംഗിൾ പെർമിറ്റ് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും ആ മെയിലിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ആ മെയിൽ കിട്ടുമ്പോൾ മനസ്സിലാക്കാം, നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളെ കൊണ്ടുവരാനായിട്ടുള്ള ഫസ്റ്റ് പ്രോസസ്സുകൾ തുടങ്ങി സിംഗിൾ പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു എന്ന് മനസ്സിലാക്കാം. ആ മെയിൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആ മെയിൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, സിംഗിൾ പെർമിറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സ്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ആദ്യം നമുക്ക് എംപ്ലോയർ കോൺട്രാക്റ്റ് തന്നു, അതൊക്കെ സൈൻ ചെയ്ത് നമ്മൾ കൊടുത്തു. അതിനുശേഷം എംപ്ലോയർ സിംഗിൾ പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് സെക്കൻഡ് പ്രോസസ്സായ സിംഗിൾ പെർമിറ്റിൻ്റെ മെയിൽ വന്നു. ഈ മെയിലിൽ നമ്മൾ ചെയ്യേണ്ടത്, ആ മെയിലിനകത്ത് ഒരു ലിങ്ക് കാണും. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ട്രാവൽ ഡോക്യുമെൻറ്റ്, ഈ ട്രാവൽ ഡോക്യുമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാസ്പോർട്ട് നമ്പറാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ആ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ എംപ്ലോയർ നമ്മൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകൾ എല്ലാം പക്കയാണോ, എല്ലാം കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുന്നതാണ്. അതൊരു 5ഓളം പേജ് കാണും, ഒരു ലോങ് ആയിട്ടായിരിക്കും. അതിൻ്റെ അവസാനം നെക്സ്റ്റ് അടിച്ചു പോകാനായിട്ടുള്ള ഓപ്ഷൻ കാണും. ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് മാറ്റം വരുത്തി അത് അവസാനത്തെ പേജിലേക്ക് പോയിട്ട് പിന്നെ €300 പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇതാണ് നമ്മുടെ മാൾട്ടയിൽ വർക്ക് പെർമിറ്റിന് വരുന്ന ആകെ ഫീസ്. അപ്പോൾ ഈ €300 നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് സബ്മിഷൻ ബൈ എംപ്ലോയർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എംപ്ലോയർ സബ്മിഷൻ കൊടുക്കണം. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചില എംപ്ലോയേഴ്സ് തന്നെ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ വെരിഫിക്കേഷൻ, ഈ നിങ്ങളുടെ 5ഓളം പേജ് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് കാണത്തില്ല. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ചെറിയൊരു കമൻറ്റ് കൊടുക്കാനായിട്ട് വരും. അത് ഈ ഫീ പേയ്മെൻറ്റ് നമ്മൾ അടച്ച് കഴിഞ്ഞിട്ടും ഫീയുടെ ട്രാൻസാക്ഷൻ ID ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ സബ്മിഷൻ എംപ്ലോയർ കൊടുക്കുമ്പോൾ ഒരു കമൻറ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതിൽ കമൻറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അത് ക്ലോസ് ചെയ്തിട്ട് സബ്മിഷൻ ബൈ എംപ്ലോയർ കൊടുക്കുക. ഇത് എംപ്ലോയർ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വന്ന ആ ട്രാവൽ ഡോക്യുമെൻറ്റ് പാസ്പോർട്ട് നമ്പറും അതേപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുക്കാനുള്ള അതേ ലിങ്കിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാനായിട്ട് പറ്റുന്നത് പെൻഡിങ് കംപ്ലീഷൻ ബൈ എംപ്ലോയർ എന്നായിരിക്കും. ഇത് എംപ്ലോയർ വെരിഫൈ ചെയ്തതിന് ശേഷം ഈവൻ ഫീസ് അടച്ചിട്ടുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം എംപ്ലോയർ അത് സബ്മിറ്റ് ചെയ്യും. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു മെയിൽ വരും, സിംഗിൾ പെർമിറ്റ് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ സമ്മറി. ഈ സമ്മറി എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള 5 പേജിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഫീസ് അടച്ചിട്ടുള്ള ഡീറ്റെയിൽസും എംപ്ലോയർ അത് വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു മെയിലായിരിക്കും വരുന്നത്. ആ മെയിൽ ഇതേപോലെ ഇരിക്കും, സിംഗിൾ പെർമിറ്റ് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ സമ്മറി. ഈ സമ്മറിയുടെ അവസാനം ഒരു ലിങ്ക് കാണും. ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് സബ്മിറ്റഡ് എന്നാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് നമ്മുടെ ആപ്ലിക്കേഷൻ നിലവിൽ പ്രോസസ്സ് ചെയ്തു തുടങ്ങി എന്നാണ് അർത്ഥം. ഈ ആപ്ലിക്കേഷന് അപ്രൂവൽ വരാനായിട്ട് ആപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റിയിൽ കൂടുതലുള്ള കണക്കും കുറവുള്ളത് കണക്കും ഇരിക്കും. ഉദാഹരണത്തിന് 2 മാസം മുതൽ 3 മാസം വരെ 3.5 മാസം വരെ എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ചില സിറ്റുവേഷൻസിൽ അത് 4 മാസം വരെ പോകാനായിട്ട് സാധ്യതയുണ്ട്. നോർമലായിട്ട് ഒരു 1.5 മാസം കൊണ്ട് കിട്ടേണ്ടതാണ്. ഇതിന് വേറെ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ മോർ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും വേണമെങ്കിൽ ഇവർ മെയിൽ അയക്കും, ഇന്ന ഡോക്യുമെൻറ്റ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറയും. പിന്നെ ഇതേപോലെ തന്നെ എംപ്ലോയർ നമുക്ക് ഒരു മെയിൽ നോട്ടിഫിക്കേഷൻ വരാനകത്ത് ട്രാവൽ ഡോക്യുമെൻറ്റ് പാസ്പോർട്ട് നമ്പറൊക്കെ അടിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് എല്ലാം വെരിഫൈ ചെയ്ത് പിന്നെ സബ്മിറ്റ് കൊടുത്ത് പിന്നെയും സമ്മറി മെയിൽ വന്ന് പിന്നെയും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ ഇതേപോലെ സമ്മറി മെയിലിൽ നമ്മൾ കയറി നോക്കുമ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു സമ്മറി മെയിൽ വരും, മോർ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ആ സമ്മറി മെയിൽ കയറി നോക്കുമ്പോഴും നമുക്ക് പിന്നെയും കാണിക്കുന്നത് സബ്മിറ്റഡ് എന്നാണെങ്കിൽ അത് ഓക്കെയാണ്. ഇനി ഈ പ്രോസസ്സ്
ഈ സബ്മിറ്റഡ് എന്ന് കിടക്കുന്ന സംഭവം നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതാണ് തേർഡ് പാർട്ടി പ്രോസസ്സ്. ഈ തേർഡ് പാർട്ടി പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലുള്ള വെരിഫിക്കേഷനാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുന്നതും നിലവിലുള്ള ജോലി ഉണ്ടോ എന്ന് നോക്കുന്നതും എംപ്ലോയറുടെ ഐ ഡിയും എംപ്ലോയറുടെ രജിസ്ട്രേഷനും എല്ലാം വെരിഫൈ ചെയ്യുന്നതാണ് ഈ തേർഡ് പാർട്ടി പ്രോസസ്സ്. ഈ തേർഡ് പാർട്ടി പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു അപ്രൂവൽ ലെറ്റർ കിട്ടുന്നത്. ഈ അപ്രൂവൽ ലെറ്ററിൻ്റെ പേരാണ് പ്രിൻസിപ്പൽ അപ്രൂവൽ ലെറ്റർ. ഈ അപ്രൂവൽ ലെറ്ററിൻ്റെ കോപ്പി ഇപ്പം ഞാൻ ഇതിനകത്ത് കാണിക്കാം. ഈ അപ്രൂവൽ ലെറ്റർ എന്ന് പറയുന്നത് ഒരു പ്രധാന കത്താണ്. ഈ ഒരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ തന്നെ ഇത്രയും ലോങ് പ്രോസസ്സാണ് എന്നതിനകത്തുനിന്ന് മനസ്സിലാവുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു വിസയ്ക്ക് ഈ പ്രിൻസിപ്പൽ ലെറ്റർ അപ്രൂവൽ വെച്ചിട്ടാണ് നമ്മൾ വിസ സ്റ്റാമ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പ്രിൻസിപ്പൽ ലെറ്ററിന് 180 ദിവസമാണ് വാലിഡിറ്റി. ഈ 180 ദിവസം കണക്കാക്കുന്നത് ഈ 180 ദിവസത്തിനുള്ളിൽ നമ്മൾ ഐഡൻറ്റിറ്റിയിൽ വന്ന് മാൾട്ടയിലെ ഐഡൻറ്റിറ്റിയിൽ വന്ന് ബയോമെട്രിക്ക് എടുത്ത് നമ്മളുടെ വർക്ക് പെർമിറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട്. അതിന് രണ്ടാമത് ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഒന്നാമത് ആയിരിക്കും ചിലപ്പോൾ എഴുതിയിരിക്കുന്നത് 90 ദിവസം എന്നൊരു മറ്റൊരു ഡേറ്റും കൂടെ പ്രിൻസിപ്പൽ ലെറ്ററിൽ എഴുതാൻ സാധ്യതയുണ്ട്. ഇത് VFSലേക്ക് നമ്മൾ ഈ ഒരു വിസയ്ക്ക് വേണ്ടി വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്നതിന് വേണ്ടി ഈ പ്രിൻസിപ്പൽ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം എന്നാണ് ആ 90 ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ വന്ന് ബയോമെട്രിക് വെക്കണമെന്നുണ്ട്. അങ്ങനെ ഇവർ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു കാര്യങ്ങളുമായിട്ട് പോകാൻ ഈ പ്രിൻസിപ്പൽ ലെറ്ററുമായിട്ട് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വിസ അടിച്ച് കിട്ടത്തില്ല. അതിന് ആവശ്യമായ അതാത് സമയങ്ങളിൽ ഇവർ കൊണ്ടുവരുന്ന അപ്ഡേഷൻസ് അനുസരിച്ച് ഇവരൊരു ചെക്ക് ലിസ്റ്റ് ഇറക്കും. അത് VFS ഗ്ലോബലിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കറണ്ട് ചെക്ക് ലിസ്റ്റ് മാൾട്ട വർക്ക് പെർമിറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ന്യൂ ചെക്ക് ലിസ്റ്റ് മാൾട്ട വർക്ക് പെർമിറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പം നിലവിലുള്ള അപ്ഡേഷനിലുള്ള ചെക്ക് ലിസ്റ്റ് ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുക്കുക. ഇത് ഇന്ത്യയിൽ നിന്നുള്ളതാണ്, വിദേശത്തു നിന്നുള്ളതല്ല. ഇന്ത്യയിലെ VFS സബ്മിറ്റ് ചെയ്യുന്നവർക്കുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സ്, ഈ ഒരു ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സുകളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് എംപ്ലോയർ കുറച്ച് കോൺട്രാക്റ്റും അതേപോലെ പ്രിൻസിപ്പൽ ലെറ്ററും റെൻ്റൽ എഗ്രിമെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അത് നോട്ടറി അറ്റസ്റ്റ് ചെയ്ത് നമുക്ക് ബൈ മെയിൽ നമുക്ക് എംപ്ലോയർ അയച്ചു തന്നത്, ആ മെയിൽ അയച്ചു തന്നതിൻ്റെ കോപ്പി നമ്മൾ കളർ പ്രിൻ്റ് എടുത്തിട്ട് പോയാലും മതി. പോസ്റ്റ് വഴി ഒറിജിനൽ വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതെല്ലാം ഈ ഡോക്യുമെൻറ്റ്സുകളെല്ലാം കൊടുത്ത് VFSലേക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾക്ക് ഇതെല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പാസ്പോർട്ടിൽ വിസ അടിച്ച് കിട്ടുന്നത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ പാസ്പോർട്ടിൽ വരുന്ന വിസ എന്ന് പറയുന്നത് 3 മാസത്തെ എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി തരുന്ന വിസയാണ്. ഈ വിസ കാലാവധി കഴിയുന്നതിന് മുന്നേയും അതേപോലെ നമ്മുടെ ആദ്യം കിട്ടിയ ലെറ്റർ അപ്രൂവൽ ലെറ്റർ പ്രിൻസിപ്പൽ ലെറ്ററിൻ്റെ കാലാവധി കഴിയുന്നതിന് മുന്നേ നമ്മൾ മാൾട്ടയിൽ വന്ന് ബയോമെട്രിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ കയറി വരാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഡേറ്റ് നോക്കിയിട്ട് കയറി വരാനായിട്ട് നോക്കുക. അതിനുശേഷം പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നില്ല. മാൾട്ടയിൽ വന്നിട്ടും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ജോലിക്ക് അനുസരിച്ച് ഇപ്പോൾ നിങ്ങളൊരു ഫുഡ് ഹാൻഡിലർ ആണെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ നിയമങ്ങൾ അനുസരിച്ചിട്ട് വാക്സിനേഷൻ, മെഡിക്കൽ, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ വാക്സിനേഷൻ കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. മെഡിക്കലിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ, ഓരോരോ സെക്ഷൻസും ഒക്കെ വ്യത്യാസം വരാനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു ജോലി അനുസരിച്ച് ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഓരോ സമയത്തും. പണ്ട് വാക്സിനേഷൻ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ടുള്ള പോളിയോ, മിസ്ലേസ് വാക്സിനേഷനൊക്കെ ഇവർ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം നിലവിൽ ഇവിടെ വന്ന് വാക്സിൻ എടുക്കണമെന്നുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ആ സമയത്ത് എന്താണോ അവർ പറയുന്ന പോളിസി അതനുസരിച്ചുള്ള മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. മെഡിക്കൽ എല്ലാവരും കുറച്ച് പേരെങ്കിലും കൺഫ്യൂഷനുള്ള കാര്യമാണ്. നാട്ടിൽ നിന്ന് നമുക്ക് മെഡിക്കൽ എടുത്തിട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന്. നാട്ടിൽ നിന്ന് ഒരു മെഡിക്കലും ഒരു കാറ്റഗറി ജോലിക്കും മെഡിക്കൽ നാട്ടിൽ നിന്ന് എടുക്കേണ്ട കാര്യമില്ല. ആ ഒരു മെഡിക്കൽ എടുത്തിട്ട് വന്നാൽ തന്നെയും ഇവിടെ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലെടുത്ത മെഡിക്കൽ റിപ്പോർട്ട് അല്ലെങ്കിൽ മെഡിക്കൽ വാക്സിനേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ അക്സെപ്റ്റ് ചെയ്യൂ എന്ന് ഒരു നോട്ടിഫിക്കേഷൻ 2022, 2023 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ ഒരു മെഡിക്കൽ നമ്മൾ എടുത്തതിന് ശേഷം പ്രധാനമായിട്ടും ജനറലായിട്ട് വരുന്ന മെഡിക്കൽ എന്ന് പറയുന്നത് ചെസ്റ്റ് എക്സ്റേയും പോളിയോ മിസ്ലേസ് വാക്സിനേഷനുമാണ്. ഈ ചെസ്റ്റ് എക്സ്റേ എല്ലാ ജോലികൾക്കും വേണ്ടത്, പോളിയോ മിസ്ലേസും എല്ലാ ജോലികൾക്കും വേണ്ടതാണ്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ ജോലിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഈ മെഡിക്കലിൻ്റെ ഓരോ പോളിസികൾ വ്യത്യാസമുണ്ട്.
ഈ മെഡിക്കൽ എടുത്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ BFSൽ കൊടുക്കാനായിട്ട് ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ആ ഇൻഷുറൻസ് അല്ല, ഇത് വേറൊരു ഇൻഷുറൻസ് ആണ്, ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇവിടെ എടുക്കേണ്ടത്. 1 ഇയർ വാലിഡിറ്റി ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ്. അതിന് ഏകദേശം 120 യൂറോ ഇപ്പോൾ വരുന്നുണ്ട്. 110, 120 യൂറോ കമ്പനി അനുസരിച്ച് വ്യത്യാസമുണ്ട്. മെഡിക്കൽ ജനറലായിട്ട് വരുന്ന മെഡിക്കലിന് 160, 170 യൂറോയാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അത് വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട്. എന്നാലും ഒരു 200 യൂറോയ്ക്കകത്തായിരിക്കും വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഒരു വിസ അടിച്ച് നമ്മൾ വന്നിട്ട് നമ്മൾ മെഡിക്കൽ എടുക്കണം. അതേപോലെ തന്നെ മെഡിക്കലിന് അപ്രൂവലിന് വേണ്ടി നമ്മൾ ആ മെഡിക്കൽ ഡോക്ടർ തന്ന ആ ഒരു ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുപോയി നമ്മുടെ എംപ്ലോയറെ കൊടുത്തിട്ട് മെഡിക്കൽ അപ്രൂവൽ മേടിക്കണം. അതേപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നമ്മൾ ഹൗസ് ഓണറെ കൊണ്ട് റെൻ്റൽ എഗ്രിമെൻ്റ് എഴുതിച്ച് ആ റെൻ്റൽ എഗ്രിമെൻ്റ് വെച്ചിട്ട് ഹൗസിംഗ് അതോറിറ്റി രജിസ്ട്രേഷൻ ചെയ്യണം. ഈ ഹൗസിംഗ് അതോറിറ്റി രജിസ്ട്രേഷൻ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇതെല്ലാം ഈ ഒരു പ്രിൻസിപ്പൽ ലെറ്റർ തീരുന്നതിന് മുന്നേ, നിങ്ങളുടെ പാസ്പോർട്ടിൽ അടിച്ചു തരുന്ന വിസ തീരുന്നതിന് മുന്നേ ചെയ്യണം. ഈ ഒരു പ്രോസസ്സൊക്കെ ഇവിടെ വന്ന് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഈ പാസ്പോർട്ടിൽ 3 മാസത്തെ വിസ അടിച്ച് തരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു മെഡിക്കൽ നിങ്ങൾ എംപ്ലോയറെ കൊടുത്ത് എംപ്ലോയർ മെഡിക്കൽ അപ്രൂവൽ വാങ്ങിത്തരും. മെഡിക്കൽ അപ്രൂവൽ എന്ന് പറയുന്ന എംപ്ലോയർ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിനൊരു കോപ്പി മെയിൽ ത്രൂ ഒരു അപ്രൂവൽ ലെറ്റർ വരും. അപ്രൂവൽ ലെറ്ററായിട്ട് കൃത്യമായിട്ട് ഒരു മെയിൽ ടൈപ്പ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. മെഡിക്കൽ ഇത് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ അപ്രൂവൽ ആയിരിക്കും വരുന്നത്. അതിൻ്റെ കോപ്പി എംപ്ലോയർ നിങ്ങൾക്ക് തരും. അതേപോലെ തന്നെ ഹൗസിംഗ് അതോറിറ്റി രജിസ്ട്രേഷനും ഒരു മെയിൽ വരും. നിങ്ങളുടെ ഹൗസ് ഓണർ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു മെയിൽ വരും. ആ മെയിലിൻ്റെ കോപ്പിയും റെൻ്റൽ എഗ്രിമെൻറ്റും ഒക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ബയോമെട്രിക്കിന് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ബയോമെട്രിക്കിന് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത് നിങ്ങളുടെ പ്രിൻസിപ്പൽ ലെറ്ററിൽ ഒരു ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ബയോമെട്രിക് എന്ന ഐഡൻറ്റിറ്റ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന ഓപ്ഷൻ കിട്ടും. അത് നിങ്ങളുടെ പ്രിൻസിപ്പൽ ലെറ്ററിലെ റെഫറൻസ് നമ്പറും അതേപോലെ തന്നെ നിങ്ങളുടെ പേരും ഉപയോഗിച്ചിട്ടാണ്, ഫുൾ നെയിമും അതേപോലെ നെയിമും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഈ മൊബൈൽ നമ്പർ, ജിമെയിൽ അഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഈ അപ്പോയിൻമെൻറ്റ് ദിവസം നമുക്ക് കിട്ടുന്ന ഒരു വർക്ക് പെർമിറ്റാണ് ടെമ്പററി വർക്ക് പെർമിറ്റ്. അതിനിവിടെ പറയുന്ന ബ്ലൂ പേപ്പർ എന്ന് പറയാറുണ്ട്. ആ ബ്ലൂ പേപ്പർ കിട്ടുന്ന അന്ന് മുതൽ, അതിനകത്തൊരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ നമുക്ക് ആ ഒരു സ്ഥാപനത്തിൽ പോയി നമുക്ക് പ്രിൻസിപ്പൽ ലെറ്റർ ഇഷ്യൂ ചെയ്ത് തന്ന, നമുക്ക് വേണ്ടി പ്രോസസ്സ് ചെയ്ത ആ എംപ്ലോയറുടെ ആ ഒരു കമ്പനിയിൽ പോയി മാത്രം ജോലി ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കിട്ടുന്നതാണ്. ഈ പെർമിഷൻ, ഈ ഒരു ബ്ലൂ പേപ്പർ 3 മാസമാണ്. ആ 3 മാസം കഴിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആണ് അല്ലെങ്കിൽ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ റെസിഡൻസ് കാർഡ് കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ലെറ്റർ നമ്മുടെ വീട്ടിലേക്ക് വരും. ആ വീട്ടിലേക്ക് വരുന്നതിന് വേണ്ടി കൂടിയാണ് നമുക്ക് അഡ്രസ്സും റെൻ്റൽ എഗ്രിമെൻറ്റും ഒക്കെ വാങ്ങുന്നത്. അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ പ്രിൻസിപ്പൽ ലെറ്ററിൻ്റെ കൂടെ മറ്റൊരു സംഭവം കൂടെ കാണും, സ്റ്റിൽ എബ്രോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം. ഈ സ്റ്റിൽ എബ്രോഡ് നിങ്ങളുടെ ഹൗസ് ഓണറെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പോകുന്നതിന് മുന്നേ, ബയോമെട്രിക്കിന് പോകുന്നതിന് മുന്നേ മെഡിക്കൽ അപ്രൂവൽ, അതേപോലെ തന്നെ ഹൗസിംഗ് അതോറിറ്റി അപ്രൂവൽ, റെൻ്റൽ എഗ്രിമെൻറ്റ്, സ്റ്റിൽ എബ്രോഡ് ആപ്ലിക്കേഷൻ ഫോം, ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് വേണം നിങ്ങൾ ബയോമെട്രിക്കിന് പോകാൻ. അപ്പോൾ ഈ ബയോമെട്രിക് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ടെമ്പററി വർക്ക് പെർമിറ്റ് കിട്ടി 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ലെറ്റർ വന്നു. ആ ലെറ്ററും ഈ തന്നിരിക്കുന്ന ബ്ലൂ പേപ്പറും, ഇതിന് മുന്നേ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യാൻ തന്ന പെർമിഷനുള്ള ബ്ലൂ പേപ്പറും, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ തിരിച്ച് റെസിഡൻസ് കാർഡ് കളക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ റെസിഡൻസ് കാർഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിഡൻസ് കാർഡ്, നമ്മുടെ ബ്ലൂ പേപ്പറും നമ്മുടെ ആ ഒരു ലെറ്ററും ഒരു ഭാഗം കീറിയെടുത്തിട്ട് നമുക്ക് റെസിഡൻസ് കാർഡ് ഇവർ തരുന്നതാണ്. അപ്പോഴാണ് നമുക്ക് ലീഗലായിട്ട് റെസിഡൻസ് കാർഡ് കിട്ടുന്നത്. പിന്നെ പൊതുവേ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ പറയുന്ന കണക്ക് TRC എന്നിവിടെ പറയാറില്ല. മാൾട്ടീസ് റെസിഡൻസ് കാർഡ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏകദേശം 24 മിനിറ്റ് 25 മിനിറ്റോളം ആയിട്ടുണ്ട്. വളരെ ലോങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. ഞാൻ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പറഞ്ഞ് തൊണ്ടയ്ക്ക് ഒരു വേദനയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും പറഞ്ഞു തന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു സോ മച്ച്.